നടക്കുന്നത് കേരളത്തിൽ മുഴുവൻ നടക്കുന്നത് വൈസ് ചാൻസലർമാരെ ഉപയോഗിച്ചുകൊണ്ട് ഈ നിയമനങ്ങൾ ബന്ധുക്കളെ നിയമിക്കുക. ഏറ്റവും CPMന്റെ ബന്ധുക്കളെ മുഴുവൻ നിയമിക്കുക. എന്നാ സാറേ എന്നാ കാര്യം? അവർക്ക് വേണ്ടിയിട്ട് ഈ പോസ്റ്റ് മുഴുവൻ റിസർവ് ചെയ്ത് വെക്കുക. ഈ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലൊക്കെ നടന്നത് കേരളത്തിലെ ഒരു പൊതുസമൂഹവും കേരളത്തിലെ ചെറുപ്പക്കാരും എങ്ങനെയാണ്, ഒരു അക്കാഡമിക് സമൂഹം എങ്ങനെയാണിത് എടുക്കുന്നതെന്ന് ഗവൺമെന്റിന് ബോധ്യമാണ്ട്. ഗവൺമെന്റ് എന്നിട്ടും ന്യായീകരണം നടത്തിക്കൊണ്ട് ഈ ഇത്തരം ബന്ധു നിയമനങ്ങളെ ന്യായീകരിച്ചുകൊണ്ടാണ് ഗവൺമെന്റ് നിൽക്കുന്നത്. എന്നാ സാറേ എന്നാ കാര്യം? ഇത് പൊതുസമൂഹത്തിലുണ്ടാകുന്ന, പ്രത്യേകിച്ച് ചെറുപ്പക്കാരുടെ ഇടയിലും അക്കാഡമിക് സമൂഹത്തിലുണ്ടാകുന്ന അസ്വസ്ഥതകൾ എന്തായിരിക്കും എന്ന് സർക്കാർ എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല? ഈ വാക്കാണല്ലോ പ്രധാനം. വാക്കേ. വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫിന്റെ പേഴ്സണൽ സ്റ്റാഫിൽ ബന്ധു നിയമനം. സഹോദരി ഭർത്താവിനെയാണ് അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിച്ചത്. മോത്തി ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് വൈദ്യുത മന്ത്രിയുടെ സ്റ്റാഫ് അംഗങ്ങളുടെ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത്. അപ്പോഴാണ് ഈ ഒരു വസ്തുത എല്ലാവരും ശ്രദ്ധിക്കുന്നത്. കാരണം സ്വന്തം അളിയൻ, സഹോദരി ഭർത്താവ് തന്നെയാണ് ബെന്നി തോമസ് എന്ന് പറയുന്ന കണ്ണൂർ ഉളിക്കൽ സ്വദേശിയായിട്ടുള്ള, കണ്ണൂർ DCC ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇപ്പോൾ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് നിയമിച്ചിട്ടുള്ളത്. അദ്ദേഹം ഞാനൊന്നും പറഞ്ഞിട്ടില്ല, മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. സാധാരണ ഈ രീതിയിലൊക്കെ തന്നെ രാഷ്ട്രീയ നിയമനങ്ങളൊക്കെ തന്നെ പതിവാണ്. എന്നാൽ അതിന്റെ ഒപ്പം തന്നെ രാഷ്ട്രീയ നിയമനത്തോടൊപ്പം തന്നെ ബന്ധു നിയമനം കൂടി വരുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിലെ ഒരു വൈരുദ്ധ്യം എന്ന് പറയുന്നത്. കാരണം ഈ വാക്കാണല്ലോ പ്രധാനം. വാക്കേ. ബന്ധു നിയമനമാണ് ഉണ്ടായിരിക്കുന്നത്. വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫിന്റെ സഹോദരി ഭർത്താവിനെയാണ് പ്രൈവറ്റ് സെക്രട്ടറിയായി, അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിച്ചിരിക്കുന്നത്. പെട്രോളിന്റെയും ഡീസലിന്റെയും വില കുതിച്ചുയരുന്ന കാലഘട്ടത്തിൽ അതിനെതിരായി കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള ശക്തമായ പ്രക്ഷോഭണം വരുന്ന കാലത്ത് പെട്രോളിനും ഡീസലിനും ഓരോ ലിറ്ററിനും 2 രൂപ കൂട്ടി സെസ് വിധിക്കുകയാണ് സംസ്ഥാന സർക്കാർ. ഇത്രയും വിവരദോഷികളെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു മന്ത്രിസഭ ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ അതൊരു പോയിന്റാണ് കേട്ടോ. എക്സാക്ട്ലി. മദ്യത്തിന് വീണ്ടും വില വർദ്ധിക്കുക, മദ്യത്തിൽ വീണ്ടും സെസ് ഏർപ്പെടുത്തുകയാണ്. സർക്കാർ നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇത് 1 പ്രാവശ്യമോ 2 പ്രാവശ്യമോ അല്ല കൂട്ടുന്നത്, ഇത് കൂട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പൊ മെയ് 15 മുതൽ 4 പ്രാവശ്യമാണ് പെട്രോൾ ഡീസൽ വില വർധനവ് വരുത്തിയിട്ടുള്ളത്. മെയ് 15-ാം തീയതി കൂട്ടി, മെയ് 19-ാം തീയതി കൂട്ടി, 23-ാം തീയതി കൂട്ടി, 25-ാം തീയതി കൂട്ടി. പോലത്തെ ആളുകള് മന്ത്രിമാരായിരിക്കാൻ യോഗ്യതയുള്ളവർ. അതിനുശേഷം ഏത് സമയത്തും ഇനിയും വർധനവ് ഉണ്ടാകും എന്നുള്ള റിപ്പോർട്ടുകളാണ് ഡൽഹിയിൽ നിന്നുണ്ടാകുന്നത്. ഇനിയും വില വർധനവ് ഉണ്ടാകും എന്നുള്ള റിപ്പോർട്ടുകളാണ്. അപ്പൊ ഇതിന്റെ ഒരു അനിശ്ചിതത്വം നിലനിൽക്കുകയാണ്. ഓരോ പ്രാവശ്യം കൂട്ടുമ്പോൾ, മെയ് 15 കൂട്ടുമ്പോൾ ഇതിന് എത്ര ടാക്സ് നമുക്ക് കൂടുതൽ കിട്ടും, എന്താണ് ഇതിന്റെ സോഷ്യൽ ഇമ്പാക്ട്, ഇക്കണോമിക് ഇമ്പാക്ട് എന്താണ് എന്ന് നമ്മൾ പരിശോധിക്കുമ്പോഴേക്കും പിറ്റേ ദിവസം അല്ലെങ്കിൽ 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും ഇതിന്റെ വില വർദ്ധിപ്പിക്കുകയാണ്. അപ്പൊ ഇവരുടെയൊക്കെ തലയിൽ ഈശ്വരൻ തലച്ചോറിന് പകരം കൊടുത്തിരിക്കുന്നത് കളിമണ്ണാണെന്ന് എനിക്ക് തോന്നുന്നു. ഇത് മൊത്തത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന ആഘാതം എന്താണ് എന്ന് നമുക്ക് പരിശോധിക്കണം. പരിശോധിച്ചിട്ടാണ് സർക്കാർ ഇക്കാര്യത്തിൽ നടപടികൾ സ്വീകരിക്കുന്നത്. ഏത് തരത്തിൽ സംസ്ഥാനത്തിന് ഒരു നികുതി വരുമാന വർധനവ് ഉണ്ടായിട്ടുണ്ട്, ഏതെല്ലാം തരത്തിലുള്ള സാമൂഹ്യ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ നമ്മുടെ സൊസൈറ്റിയിൽ, ഇക്കോണമിയിൽ ഉണ്ടായിട്ടുണ്ട്, നാണ്യപ്പെരുപ്പം എത്രമാത്രം ബാധിച്ചിട്ടുണ്ട്, വിലക്കയറ്റം എത്രമാത്രം വർദ്ധിച്ചിട്ടുണ്ട്, ആ വിലക്കയറ്റത്തെ നിയന്ത്രിക്കാൻ നമുക്ക് ഏതെല്ലാം നടപടികൾ സ്വീകരിക്കാൻ കഴിയും എന്ന് തീരുമാനിക്കണമെങ്കിൽ ഈ അനിശ്ചിതത്വം അവസാനിപ്പിക്കണം. അപ്പൊ എടാ, ഇവൻ ആമ്പറ അടിച്ചിട്ട് പോലെ ഒന്നും പറയുന്നില്ല. എടാ മോനെ, നീ ആരാണ്, എന്താണ്, ഊരും കൂടി എവിടെയാണ്, കാശപ്പ തരും, എത്ര നേരമാണ് ചോദിക്കുന്നു, എന്തെങ്കിലും ഒന്ന് പറയടാ. അപ്പൊ മുതലാളിക്ക് ഇത്ര നേരമായിട്ട് മനസ്സിലായില്ലേ? ഇവൻ പൊട്ടനാണ് മുതലാളി. ചതിച്ചോ ദൈവമേ. ഇവൻ ഈ വാക്കാണല്ലോ പ്രധാനം. വാക്കേ. പെട്രോൾ ഡീസൽ വില 4 തവണയായി 8 രൂപ കൂടി. എന്തുകൊണ്ടാണ് എടാ, ഇവൻ ആമ്പറ അടിച്ചിട്ട് പോലെ ഒന്നും പറയുന്നില്ല. സ്റ്റേറ്റ് നികുതി കുറയ്ക്കാത്തത്? കഴിഞ്ഞ 5 വർഷമായി അദ്ദേഹം തുടരെ ആവർത്തിച്ചുകൊണ്ടിരുന്ന കാര്യത്തിൽ കുറയ്ക്കാത്തത് എന്താണ് എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞില്ല. എത്ര നേരമാണ് ചോദിക്കുന്നു, എന്തെങ്കിലും ഒന്ന് പറയടാ. ഞാനൊന്നും പറഞ്ഞിട്ടില്ല, മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഈ പെട്രോളിന്റെയും ഡീസലിന്റെയും നികുതി കുറയ്ക്കാൻ കേരള സർക്കാർ തയ്യാറാകുന്നില്ല എന്നതാണ് ഈ സമരത്തിന് ഞങ്ങളെ പ്രേരിപ്പിക്കുന്നത്.
എന്താ ഉറക്കം വരുന്നു. ഇന്ധന സർചാർജ് കുറയ്ക്കില്ല എന്ന് വ്യക്തമാക്കി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. വാക്ക് പറയുമ്പോൾ മറന്നുപോലെ ഭയങ്കര എളുപ്പം. പ്രതിപക്ഷത്തിരുന്നപ്പോൾ ശക്തമായി എതിർത്തിരുന്ന അധിക നികുതി വരുമാനം വേണ്ടെന്ന് വെക്കുമോ എന്ന പ്രതിപക്ഷത്തിന്റെ ചോദ്യത്തിനാണ് മുഖ്യമന്ത്രിയുടെ മറുപടി. ഈ വാക്കാണല്ലോ പ്രധാനം. വാക്കേ ഒന്ന് പറയും മറ്റൊന്ന് പ്രവർത്തിക്കും.